അങ്ങനെ ഡിസംബർ 19-ന് അവതാർ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അവതാറിനെ സംബന്ധിച്ചിട്ട് ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷ. പാണ്ഡോറയിലെ നാവി വംശക്കാരുടെ ആ ഒരു ഭാഷ. അത് ശരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജെയിംസ് കാമറൂൺ പുതുതായിട്ട് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ശരിക്കും ജെയിംസ് കാമറൂൺ അല്ല, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ ആർ ഫ്രോമറാണ് ഈ ഒരു ഭാഷ സൃഷ്ടിച്ചെടുത്തത്. അങ്ങനെ അവതാർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ ആർ ഫ്രോമറോട് ജെയിംസ് കാമറൂൺ പുതിയൊരു ഭാഷ സൃഷ്ടിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങൾ ഇതൊക്കെയായിരുന്നു. ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു ഭാഷ ഭൂമിയിലെ മറ്റ് ലാംഗ്വേജുമായിട്ട് യാതൊരു സാമ്യമുള്ളത് ആയിരിക്കരുത് എന്നാണ്. പിന്നെ രണ്ടാമത്തത്, ഇതിലെ ആക്ടേഴ്സിന് ഈ ഒരു ഭാഷ ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം എന്നും അതേപോലെ തന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് വളരെ ഇമ്പമുള്ളതായിരിക്കണം എന്നാണ് ജെയിംസ് കാമറൂൺ പറഞ്ഞു വെച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് തന്റെ ഭാഷാശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ ആർ ഫ്രോമർ 1000 വാക്കുകൾ ഉണ്ടാക്കുകയും അതിൽ തന്നെ TH, SH, CH തുടങ്ങിയ ഇംഗ്ലീഷ് വാക്യങ്ങൾ വരുന്ന അവസാന എൻഡിങ്ങുള്ള ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയൊരു ഗ്രാമർ ശൈലിയിൽ പുതിയൊരു ഭാഷ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഒരർത്ഥത്തിൽ ഭൂമിയിലെ മറ്റ് പല ഭാഷകളുടെ സാമ്യങ്ങളില്ലാതെ എന്നാൽ പല ഭാഷകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നാവി ഭാഷ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഷ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അവതാർ ഫസ്റ്റ് പാർട്ടിൽ തന്നെയായിരിക്കും. വേ ഓഫ് വാട്ടറിൽ അത്രയ്ക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ഫയർ ആൻഡ് ആഷിൽ എങ്ങനെയായിരിക്കും അറിയില്ല. ശരിക്കും അർത്ഥമറിയില്ലെങ്കിൽ പോലും കഥാപാത്രങ്ങളുടെ ഇടപെടലിലൂടെ ഈ ഭാഷയെ കുറിച്ചിട്ട് അറിയാൻ പറ്റി സിനിമയിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന്. അത് തന്നെയാണ് ജെയിംസ് കാമറൂണിന്റെ വിജയവും.